ഹലോ എവരിവൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകൾ സംഘടിപ്പിച്ചു വരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ടൈം മാനേജ്മെന്റ് എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സമയം നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഒരേപോലെ ലഭിക്കുന്ന, ഒരേ അളവിലെ ലോകത്ത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരേ ഒരു സാധനമാണ് സമയം എന്ന് പറയുന്നത്. എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ അതിനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുമ്പോഴാണ് ആ ഒരു സമയത്തെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ സക്സസിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. അപ്പൊ ആയതുകൊണ്ട് സമയത്തെ എങ്ങനെയാണ് നമ്മൾ രൂപപ്പെടുത്തുക, സമയത്തെ എങ്ങനെ ക്രമപ്പെടുത്തിയാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക? ഒരു മനുഷ്യന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് തന്നെ സമയമാണ്. ഈ സമയത്തെ അനാവശ്യമായിട്ട് വിനിയോഗിക്കേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മളിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് അനാവശ്യമായിട്ട് സമയത്തെ വിനിയോഗിക്കേണ്ട സാഹചര്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പലപ്പോഴും നമ്മൾ കുറേ സമയം പല വിഷയങ്ങൾ ഇടപെട്ടതിന് ശേഷം സമയം നമ്മൾ വെറുതെ കളഞ്ഞല്ലോ എന്നൊക്കെയുള്ള ചിന്ത പലപ്പോഴും നമ്മളിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും കടന്നു പോകുമ്പോൾ ഇതിൽ എത്ര സമയം നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് രൂപപ്പെടുത്താൻ പറ്റി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പൊ ആയതുകൊണ്ട് നമുക്ക് ഏതൊക്കെ രൂപത്തിൽ സമയത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെടുത്താൻ പറ്റുക എന്നൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത് നമ്മുടെ വിംബിൾ അക്കാദമിയുടെ അക്കാഡമിക് കോർഡിനേറ്ററും ട്രെയിനറും ആയിട്ടുള്ള ആത്തിക്ക ജാസ്മിൻ ആണ്. ആത്തിക്ക ജാസ്മിൻ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ വെബിനാറുകൾ എടുത്ത ഒരാളാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പബ്ലിക് സ്പീക്കിങ്ങും അതേപോലെ തന്നെ ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ നേരത്തെ വെബിനാറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സോ ആത്തിക ജാസ്മിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. അതേപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ വിംബിൾ അക്കാദമിയുടെ കീഴിൽ ട്രെയിനേഴ്സ് ട്രെയിനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിനേഴ്സ് ഇത്തരം ട്രെയിനിങ്ങുകൾ നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക. ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നിങ്ങളും വെബിനാറുകളായിട്ടും അതേപോലെ തന്നെ ഫിസിക്കലി ആയിട്ടും ഒക്കെ നടത്തേണ്ടതാണ്. അപ്പോൾ ആയതുകൊണ്ട് വെബിനാറുകളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ കൂടി ഈ ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആതിക ജാസ്മിനെ പ്രത്യേകം ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു വെബിനാറിലേക്ക് എത്തിച്ചേർന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് പ്ലീസ് ആതിക ജാസ്മിൻ പ്ലീസ്. താങ്ക് യു ഫൈസൽ സർ. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ആദ്യം തന്നെ എന്താ പറയാ, ഈ ഒരു സമയത്ത് ഇത്രയും ആളുകളെ ക്ലാസ് കേൾക്കാൻ ഉണ്ടായതിൽ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. അതെല്ലാവർക്കും താങ്ക് യു പറയാണ്. പിന്നെ എന്റെ പേര് ആത്തിക്ക ജാസ്മിൻ. ഞാന് സമയം നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സമയം അല്ലെ? എല്ലാ ആൾക്കാർക്കുള്ള പരാതിയാണ്, എനിക്ക് സമയമല്ല, സമയം തികയുന്നില്ല, എനിക്ക് സമയം കിട്ടുന്നില്ല. ഇപ്പൊ പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് സമയം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, എളുപ്പത്തിൽ ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. പക്ഷെ പണ്ടത്തെ ആൾക്കാരെ അപേക്ഷിച്ച് നമുക്ക് എന്നാലും സമയമല്ല എന്ന് പറയുന്ന ആളുകളാണ് കൂടുതലും അല്ലെ? നമുക്ക് എല്ലാവർക്കും ഫൈസൽ സാർ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് സമയം എന്നുള്ളത്. ഇപ്പൊ ഈ ലോകത്തിൽ ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്. നമ്മുടെ ആഗ്രഹങ്ങള്, ലക്ഷ്യങ്ങള്, നമ്മുടെ സ്വപ്നങ്ങള്, നമുക്ക് കിട്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ എന്റെ ആഗ്രഹങ്ങളും എന്റെ ലക്ഷ്യങ്ങളും അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും ഒക്കെ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കിട്ടിയിട്ടുള്ള ഒരു ടൂളാണ് സമയം എന്നുള്ളത്. ഈ സമയത്തെ നമ്മൾ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുവോ അതാണ് നമ്മുടെ സക്സസിലേക്കുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. അതായത് സക്സസ്, നമ്മുടെ ലക്ഷ്യം നേടുക എന്നുള്ളത് ഒരു ശ്രമകരമായ ഒരു കാര്യമല്ല. പക്ഷെ ഈ സമയത്തെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഡെയിലി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അനായാസം നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് നേടാൻ പറ്റും എന്നുള്ളതാണ്.
ഇപ്പോ ഫൈസൽ സാർ പറഞ്ഞു സമയം തികയുന്നില്ല എന്ന് പറയുന്ന ആളുകളാണ് എല്ലാ ആളുകളും. കാരണം നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊരു കഥ പറയാം. ഒരു അച്ഛനും മകനും ഉണ്ടായിരുന്നു. ഈ അച്ഛന് വളരെ സമയത്തിന്റെ വില നന്നായിട്ട് അറിയുന്ന ഒരാളായിരുന്നു അച്ഛൻ. പക്ഷെ അയാളുടെ മകനാവട്ടെ സമയത്തിന് യാതൊരു വില കൽപ്പിക്കാത്ത ഒരാളായിരുന്നു. അച്ഛനാണെങ്കിലോ ഈ മകന് എന്ത് വില കൊടുത്തിട്ടും മകന് സമയത്തിന്റെ വില മനസ്സിലാക്കി കൊടുക്കണമെന്ന് തീരുമാനിച്ചു. കുറെ കുടുംബക്കാരും അല്ലെങ്കിൽ നാട്ടിലുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ മകനെ ഉപദേശിച്ചു. പക്ഷെ മകൻ അതൊന്നും അനുസരിക്കാൻ തയ്യാറായില്ല. അല്ല അവസാനം ഗതി കെട്ടിട്ട് അച്ഛൻ ഒരു ദിവസം ആ മകനെയും കൊണ്ട് ഒരു പാർക്കിൽ പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോ ആ പാർക്കിൽ 3 ഭിക്ഷക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ആ 3 ഭിക്ഷക്കാരുടെ അടുത്തേക്ക് ആ അച്ഛൻ മകനെയും കൂട്ടി ചെന്നിട്ട് അവർക്ക് ഓരോ കെട്ട് പണം വീതം നൽകി. ഇത് കണ്ട മകന് തീരെ തൃപ്തി തോന്നില്ല. കാരണം മകന്റെ കാര്യത്തിന് എന്തെങ്കിലും പണം ചോദിച്ചാലും മുറുമുറുപ്പ് പറയുന്ന അച്ഛന് ഒരു ബന്ധമല്ലാത്ത ഭിക്ഷക്കാർക്ക് ഓരോ കെട്ട് പണം വീതം കൊടുത്തു. മകനൊന്നും മിണ്ടിയില്ല. അത് അച്ഛന് മനസ്സിലാവുകയും ചെയ്തു. അച്ഛൻ മകനെയും കൂട്ടി അവിടുന്ന് പോയിട്ട് കൃത്യം 1 വർഷത്തിന് ശേഷം ആ മകനെയും കൂട്ടി അതേ പാർക്കിലേക്ക് അച്ഛൻ വീണ്ടും വന്നു. അപ്പോ അച്ഛൻ അവിടെയൊക്കെ നോക്കിയപ്പോഴും ആ പഴയ 3 ഭിക്ഷക്കാരെ നോക്കിയപ്പോൾ അതിൽ ഒരു ഭിക്ഷക്കാരൻ മാത്രമാണ് ആ സമയത്ത് അവിടെ പാർക്കിൽ ഉണ്ടായിരുന്നത്. അല്ല ആ അച്ഛൻ മകനെയും കൂട്ടി ആ ഭിക്ഷക്കാരന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലേ? കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പണം നൽകിയിരുന്നു. ആ പണം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു, ആ പണം ഞാൻ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. ആ പണം കിട്ടിയ സമയത്ത് ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ നമുക്കൊക്കെ സമയം ഉണ്ടാകുമ്പോൾ നമുക്കത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയില്ലല്ലോ. അതുപോലെ ആ പണം കിട്ടിയ സമയത്ത് അതെങ്ങനെ ഉപയോഗിക്കണം, എന്തിനു ഉപയോഗിക്കണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന് ഒരുപാട് ഭക്ഷണം കഴിച്ചു, ഒരുപാട് സമയം ഉറങ്ങി, ഒരുപാട് നല്ല റൂമുകളിൽ താമസിച്ചു, ഒരുപാട് വസ്ത്രം വാങ്ങി. അങ്ങനെ എന്റെ കയ്യിലുള്ള പണം മുഴുവൻ തീർന്നു. ഇപ്പൊ ഞാൻ പഴയ അവസ്ഥയിൽ തന്നെ ആയി. കാരണം അതെനിക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അച്ഛൻ പറഞ്ഞു ഓക്കെ. എങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 ഭിക്ഷക്കാർ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എനിക്കറിയില്ല. ഒരു ഭിക്ഷക്കാരൻ ആ ഓപ്പോസിറ്റ് ഉള്ള ആ കട ഇതിത്തെ ഒരു ഭിക്ഷക്കാരന്റെയാണ്. മറ്റു 3ാമത്തെ ഭിക്ഷക്കാരനെ കുറിച്ച് എനിക്ക് അറിവില്ല എന്ന് പറയുന്നു. അപ്പൊ അച്ഛൻ മകനെയും കൂട്ടി മുമ്പിലുള്ള ആ കടയിലേക്ക്, അതൊരു റെസ്റ്റോറന്റ് ആയിരുന്നു, ആ റെസ്റ്റോറന്റിൽ പോയിട്ട് ചെന്നപ്പം ആ റെസ്റ്റോറന്റ് ഓണർ ഓടി വന്ന് ഈ അച്ഛനെ കെട്ടിപ്പിടിച്ച് വളരെ ആദരവോടുകൂടി സ്വീകരിച്ചിരുത്തി. നിങ്ങളെ തന്ന പണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുടങ്ങിയത്, ആ പണമാണ് നിന്നെ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ബഹുമാനത്തോടെ സ്വീകരിച്ചിരുത്തി. അപ്പോ ഈ അച്ഛൻ ചോദിച്ചു 3ാമത്തെ ഭിക്ഷക്കാരൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ഈ അച്ഛൻ പറഞ്ഞു, ഈ റെസ്റ്റോറന്റിന്റെ ഓണർ പറഞ്ഞു, ഞാൻ അന്ന് നിങ്ങൾ അയാൾക്ക് ആ പണം കൊടുക്കരുതായിരുന്നു എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. കാരണം ആ പണം അയാള് വളരെ മോശം രീതിയിലാണ് ഉപയോഗിച്ചത്. അയാള് എന്നും ചൂത് കളിച്ചും കള്ളു കുടിച്ചും അദ്ദേഹം ആ പണത്തെ ഇല്ലാതാക്കി തീർത്തു കളഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ അയാൾ ദിവസവും പകൽ ഇവിടെ ഭിക്ഷ യാചിച്ചിട്ട് രാത്രി ചൂത് കളിക്കാനും കള്ളു കുടിക്കാനും വേണ്ടിയിട്ട് ആ പണത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ്. ഇതെല്ലാം കണ്ടു നിന്ന മകനെയും കൂട്ടി അച്ഛനും വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് അച്ഛൻ മകനോട് ചോദിച്ചു, മകനെ നീ ഇപ്പൊ ഇതിൽ ഏത് ഭിക്ഷക്കാരനെ പോലെയാണ് ജീവിക്കുന്നത് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. കാരണം ആദ്യത്തെ ഭിക്ഷക്കാരന് ഒരുപാട് പണം കിട്ടിയ സമയത്ത് ആ പണം എന്ത് ചെയ്യണം എന്നറിയാതെ വെറുതെ കളഞ്ഞു, വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞു. പക്ഷെ 3ാമത്തെ ഭിക്ഷക്കാരനാവട്ടെ ആ പണത്തെ മോശ രീതിയിൽ ഉപയോഗിച്ചിട്ട് പഴയതിനെക്കാട്ടിലും മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് ആ ഭിക്ഷക്കാരൻ മാറിയത്. പക്ഷെ 2ാമത്തെ ഭിക്ഷക്കാരൻ മാത്രമാണ് അയാൾക്ക് കിട്ടിയ ആ പണത്തെയും പിന്നീട് അങ്ങോട്ടുള്ള അയാളുടെ സമയത്തെയും ഫലപ്രദമായിട്ട് ഉപയോഗിച്ചത് 2ാമത്തെ ഭിക്ഷക്കാരൻ മാത്രമാണ്. അതുകൊണ്ടാണ് അയാൾക്ക് ഇന്ന് സമൂഹത്തിൽ ഒരു ആദരവും അംഗീകാരവും ഉള്ള രീതിയിൽ ജീവിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളും അല്ലെ. നമ്മൾ സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള വിജയിച്ച എല്ലാ ആളുകളും, ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള എല്ലാ ആളുകളും സമയത്തെ കൃത്യമായി മാനേജ് ചെയ്യുന്ന ആളുകളാണ്. അവർ ആ സമയത്തെ കൃത്യമായി ഉപയോഗിക്കുകയും ഓർഗനൈസ് ചെയ്ത് കൃത്യമായിട്ട് ഉപയോഗിച്ച ആളുകൾ മാത്രമാണ് ഇന്ന് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന സമയമൊക്കെ നമ്മൾ എന്താണ് ചെയ്യാന്ന് നമ്മളൊന്ന് ചിന്തിക്കാറുണ്ടോ? ഇപ്പൊ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും കിട്ടിയ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. നമുക്ക് കിട്ടിയ സമയം എന്നുള്ളത് എന്താണ്? തുല്യമാണ്. ഇപ്പൊ നമുക്ക് നമ്മൾ ഈ ടൈം സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു കലയാണ്. ആ കലയെ നമ്മൾ ടൈം മാനേജ്മെന്റ് എന്ന് പറയും.
ഇപ്പൊ ടൈം മാനേജ്മെന്റും ക്ലോക്ക് മാനേജ്മെന്റും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെയുള്ള സമയങ്ങളിൽ നമുക്ക് കിട്ടിയുള്ള ഈ സമയത്തെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ചെറിയ യൂണിറ്റ് ആയിട്ടുള്ള ഒരു ദിവസത്തെ 24 മണിക്കൂറിനെ നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്ലോക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ദിവസം എങ്ങനെ തുടങ്ങണം? നമ്മൾ സമയം മാനേജ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ശീലിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ നേരത്തെ ഉണരാൻ പഠിക്കുക എന്നുള്ളത്. നമ്മൾ നേരത്തെ ഉണരുക. നമുക്കറിയാം ഈ ലോകത്തുള്ള രാത്രി ഉറങ്ങുന്നതും പകല് ഉണർന്നിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും സൂര്യോദയത്തിന് മുമ്പ് ഉണരുന്ന ആളുകളാണ്. അവർ സൂര്യോദയം കാണുന്ന ആളുകളാണ്. അവർ സൂര്യോദയം തൊട്ട് തന്നെ അവരുടെ കർമ്മ മണ്ഡലങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ്, ജീവികളാണ്. പക്ഷെ നമ്മൾ മനുഷ്യര് മാത്രം ആ സമയത്ത് ഉറങ്ങുന്ന ആളുകളാണ്, അല്ലെ? നമ്മൾ നേരെ വൈകി ഉറങ്ങി, പിന്നെ നേരെ വൈകി ഉണരുന്ന ആളുകളാണ്. ഉണരുന്ന ഒരു ശീലമാണ് കൂടുതൽ ആളുകളും. നമുക്കല്ല, കൂടുതൽ ആളുകളും അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ എല്ലാ ജീവജാലങ്ങളും ആ സമയത്ത് ഉണർന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാത്രം ഏറ്റവും നല്ല സമയം, ഒരു ദിവസത്തിലെ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് നമ്മുടെ പ്രഭാത സമയമാണ്. ഏറ്റവും കൂടുതൽ ഊർജമുള്ളത്, ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഫോക്കസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്, നമ്മളെ മൈൻഡ് ഒക്കെ ഫ്രഷ് ആയിരിക്കുന്നത്, നമ്മുടെ പ്രകൃതി, നമ്മുടെ ചുറ്റുപാടുകളും, നമ്മുടെ എയർ, നമ്മുടെ എല്ലാം ഏറ്റവും നല്ല എനർജി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ പ്രഭാതം എന്ന് പറയുന്നത്. ആ സമയം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഒരുവിധം ടൈമിന്റെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് തീരും. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുള്ള സ്കൂളുകളാവട്ടെ, യൂണിവേഴ്സിറ്റികളാവട്ടെ, ആശുപത്രികളാവട്ടെ, അല്ലെങ്കിൽ ഭരണകേന്ദ്രങ്ങളാവട്ടെ, എല്ലാം ഒരു ഓപ്പൺ ചെയ്യണമെങ്കിൽ 10 മണിയെങ്കിലും ആവണം. അങ്ങനെയല്ലേ? ഇപ്പൊ 10 മണിക്കൊക്കെയാണ് തുടങ്ങുന്നത്. അതായത് സൂര്യൻ ഉദിച്ചിട്ട് വീണ്ടും 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആവുന്നത്, അല്ലെ? പക്ഷെ അതൊരു 7 മണിയൊക്കെ ആക്കുകയാണെങ്കിൽ നമ്മളും ഇതുപോലെ നേരത്തെ ഉണർന്ന്, ഇപ്പൊ നമുക്ക് 7 മണിക്ക് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ മുന്നേ ഉണർന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. അതായത് നമ്മൾ നേരത്തെ ഉണരും, നമ്മുടെ കാര്യങ്ങൾ നേരത്തെ തീർക്കും. നമുക്ക് അവിടെ എന്താണ് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും. നമ്മുടെ കാര്യങ്ങള് ഈ രാവിലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. റോബിൻ ശർമ്മന്റെ ഒരു കോട്ട് ഉണ്ട്, രാവിലെ 5 മണി മുതൽ 6 മണി വരെയുള്ള സമയം ശരിക്കും ഈ നമ്മുടെ ഇന്ത്യൻ സമയം പറയുകയാണെങ്കിൽ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് നമ്മുടെ സൂര്യോദയത്തിന്റെ 1.5 മണിക്കൂർ മുമ്പാണ്. അത് ഇന്ത്യൻ സമയത്തിൽ 4 മണി മുതലാണ് പറയുന്നത്. ആ സമയത്ത് ഉണരണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നും അധികം ആളുകളും ചെയ്യുന്നില്ല. പിന്നെ റോബിൻ ശർമ്മന്റെ ഒരു കോട്ട് ഉണ്ട്, നമ്മള് 5 മണി മുതൽ 6 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത് ഗോൾഡൻ അവർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിന് 20-20 ഫോർമുല നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റുന്നതാണ്. അതില് ആദ്യത്തെ 5 മണി മുതൽ 5:20 വരെയുള്ള സമയം, ആ സമയത്ത് നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യാം. ഒരു 20 മിനിറ്റ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഡേ ബോഡി എനർജി ആയിരിക്കും. നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആവും. നമ്മുടെ സ്ട്രെസ് കുറയാനും നമുക്ക് നല്ലൊരു ഹെൽത്ത്, മൈൻഡിനും അല്ലെങ്കിൽ ബോഡിക്കും ഹെൽത്ത് ഉണ്ടാവാനും നമുക്ക് എന്താണ് അതൊരു ഒരു കാരണമാണ്. നമ്മൾ ഒരു 20 മിനിറ്റ് നമ്മൾ എക്സസൈസ് ചെയ്യാം. അതുപോലെ തന്നെ 5:20 മുതൽ 5:40 വരെയുള്ള സമയത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ലക്ഷ്യങ്ങളെ കുറിച്ച്, നമ്മുടെ എന്തെങ്കിലും നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെ കുറിച്ചുള്ള ഒരു അനലൈസിങ് നടത്തുക. നമ്മൾ ഇന്ന് എന്തൊക്കെ അതിന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇനി ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഞാൻ എപ്പോഴൊക്കെ ഏതൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലൊരു അനലൈസിങ് നടത്താൻ പറ്റും. പിന്നെ അടുത്ത 20 മിനിറ്റ്, അതായത് 5:40 മുതൽ 6 മണി വരെയുള്ള സമയത്ത് നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു വർക്ക്, നമ്മളിപ്പോ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോ വർക്ക് ഉണ്ട്. ആ വർക്കിന് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് അറിവുകൾ നേടാൻ പറ്റും. അങ്ങനെ ആദ്യത്തെ 1 മണിക്കൂറിന് 5 മണി മുതൽ 6 മണി വരെയുള്ള നമ്മുടെ ആ 1 മണിക്കൂറിനെ ആ രീതിയിൽ നമുക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ 1 വർഷം നമ്മൾ 122 മണിക്കൂർ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടാകും. 122 മണിക്കൂർ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചിട്ടുണ്ടാകും.
122 മണിക്കൂർ നമ്മുടെ പ്രവൃത്തി മണ്ഡലം, നമ്മുടെ ജോലി ഏതാണോ അതിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടാവും എന്നാ പറയാം. രാവിലത്തെ ഈ 1 മണിക്കൂറിനെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് ആദ്യം തുടങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്കത് ശീലം, നമുക്കതൊരു ഹാബിറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ടൈം മാനേജ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സുകൾ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് രാവിലെ എണീറ്റിട്ട് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം. ആ ഒരു ടു ഡു ലിസ്റ്റ്, അതായത് ഇന്ന് എന്തൊക്കെ ചെയ്യണം, രാവിലെ എണീറ്റ ഉടനെ തന്നെ അതിന് കുറച്ച് സമയം മാറ്റി വെക്കുക. ഇന്ന് എന്തൊക്കെ ചെയ്യണം, അത് എപ്പോഴൊക്കെ ചെയ്യണം, ഇതിൽ ഇമ്പോർട്ടന്റ് എന്താണെന്നുള്ള ഒരു ടു ഡു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ മുമ്പ് നമുക്ക് നമ്മുടെ ടൈമിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു ഗോൾ ഉണ്ടാവണം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. നമുക്കത് ലക്ഷ്യം വലുതോ ചെറുതോ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് നേടുന്നതാവാം, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നേടുന്നതാവാം, അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് നേടുന്നതാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഗോള് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഗോൾ ഇപ്പൊ ഇപ്പൊ നമ്മൾ തടി കൂട്ടണം എന്നാവാം, അല്ലെങ്കിൽ തടി കുറക്കണം എന്നാവാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഡിഗ്രി എടുക്കണം എന്നാവാം, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നല്ലൊരു മറ്റുള്ളവർക്ക് ഇൻസ്പയർ ചെയ്യുന്നൊരു ലൈഫ് നമുക്ക് ജീവിക്കണം എന്നാവാം, അല്ലെങ്കിൽ നമുക്ക് എന്താവാം നമ്മുടെ വീട് ക്ലീൻ ആയിട്ട് വെക്കുന്നതാവാം. അങ്ങനെ ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക എന്നുള്ളത് എന്താണ്, ഈ ടൈം മാനേജ് ചെയ്യാൻ നമുക്ക് വളരെ ഉപകാരമാണ്. കാരണം അപ്പൊ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സമയം നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സമയത്തെ നമ്മൾ ക്രമപ്പെടുത്തുന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് പ്രയോറിറ്റി കൊടുക്കുക. നമുക്കൊരു ദിവസം ഒരുപാട് ജോലികൾ ഉണ്ടാവും. അതിൽ നമ്മുടെ ആ ജോലികളെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യാം. അപ്പോ നമ്മുടെ ജോലികളെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്, ഇമ്പോർട്ടന്റ് ഏതാണ് എന്നൊക്കെ ക്രമപ്പെടുത്തിയിട്ട് അങ്ങനെ ആ ക്രമത്തിൽ നമ്മൾ ചെയ്യാം. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രയോറിറ്റൈസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പൊ നമുക്കിപ്പോ ഒരു വണ്ടി കഴുകണം, നമ്മുടെ വണ്ടി നമ്മൾ കഴുകണം എന്ന് വിചാരിക്കുകയാണ്, നമ്മൾ കാറ് കഴുകണം അല്ലെങ്കിൽ ബുള്ളറ്റ് കഴുകണം നമ്മൾ വിചാരിക്കണം. പക്ഷെ നമ്മൾ പിന്നെ ചെയ്യാം, അത് പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കും. പക്ഷെ ആ ബുള്ളറ്റ് നിങ്ങൾ കഴുകണമെങ്കിൽ, അല്ലെങ്കിൽ ആ കാറ് നിങ്ങൾ കഴുകുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആരെങ്കിലും 1 ലക്ഷം രൂപ തരാന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യൂലേ? അതെന്താണ്, അപ്പോ നമുക്കത് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ മോട്ടിവേഷൻ നമുക്ക് കിട്ടി അല്ലെ? അപ്പൊ അത് നമ്മുടെ പ്രയോറിറ്റി മാറി, അപ്പൊ നമുക്ക് അതിന് സമയം ഉണ്ടാവും. അങ്ങനെ പറയണെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ, അപ്പൊ നമ്മൾ വീട് ക്ലീൻ ആക്കി വെക്കണേ, അപ്പൊ ക്ലീൻ ആക്കി വെക്കണം, നമ്മൾ നാളെ ചെയ്യാന്ന് വെക്കും. പക്ഷെ അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തരാന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് അതിന് സമയം ഉണ്ടാവും. കാരണം നമ്മുടെ പ്രയോറിറ്റി അതായിട്ട് മാറും. നമുക്ക് വേറൊന്നിനും സമയമില്ല, അപ്പൊ നമുക്ക് അതിന് സമയം, കാരണം പ്രയോറിറ്റി മാറി. അതായത് നമുക്ക് ഒന്നിനൊന്നും സമയമില്ല എന്ന് പറയുന്നതൊക്കെ അത് നമ്മുടെ പ്രയോറിറ്റി അല്ല എന്നുള്ളതാണ് അർത്ഥം. അത് നമ്മുടെ പ്രയോറിറ്റി ആണെങ്കിൽ നമുക്ക് അതിന് സമയം കണ്ടെത്താൻ പറ്റും. അങ്ങനെ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ അതിന് സമയം കണ്ടെത്തുക. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് ഡെഡ് ലൈൻ ഉണ്ടാക്കുക. ഇപ്പൊ നമ്മൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു രാവിലെ. ഈ രാവിലെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിന് ഒരു ഡെഡ് ലൈൻ വെക്കുക. ഇന്ന സമയത്തിൽ ഈ വർക്ക് ഞാൻ തീർക്കും, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഞാൻ ഇത് ചെയ്യും എന്നുള്ളൊരു ഡെഡ് ലൈൻ വെക്കുക. ഒരു ഡെഡ് ലൈൻ ഇല്ലെങ്കിലേ നമുക്ക് അതിന്റെ ഇടയിൽ ഒരു മടി വരികയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു മടി വരികയാണെങ്കിൽ, നമ്മൾ ഈ ഡെഡ് ലൈൻ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കും. പക്ഷെ ഈ ഡെഡ് ലൈൻ ഉണ്ടെങ്കിൽ ഈ ഒരു വർക്ക് തീർത്തിട്ട് വേണമല്ലോ എനിക്ക് അടുത്ത വർക്ക് തീർക്കാനെന്നുള്ള ധാരണയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ വർക്കിനെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ നമുക്കിന്ന് ഒരു 11 മണിന്റെ ബസ്സിന് പോകണം. 11 മണിന്റെ ബസ്സിന് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആലോചിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മൾ 10:45 ആകുമ്പോഴേക്കും നമ്മൾ റെഡി ആവണം, എങ്കിലേ 11 മണിന്റെ ബസ്സിന് നമുക്ക് അവിടെ എത്തി ബസ് കയറി പോവാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് പണി തീർക്കാനും പറ്റും. ചിലപ്പോൾ ഉച്ച വരെ തീർക്കണ പണിയായിരിക്കും നമ്മൾ അന്ന് 10 ആകുമ്പോഴേക്കിന് തീർക്കുക. കാരണം നമുക്ക് അന്നൊരു ഡെഡ് ലൈൻ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ വർക്കിന് നമ്മളൊരു ഡെഡ് ലൈൻ വെക്കുക. ഈ ഡെഡ് ലൈൻ വെക്കുമ്പോൾ നമ്മുടെ മടി വന്നാലും ആ മടി മാറ്റി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ്. പിന്നെ അടുത്തതാണ് മൾട്ടി ടാസ്കിങ് ചെയ്യുക. അതായത് ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാം. ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു വർക്കാണ്. നമ്മൾ വിചാരിക്കും സമയം ലാഭിക്കും എന്നുള്ളതാണ്, പക്ഷെ അതിൽ നമുക്ക് ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ ഫോക്കസോ നമുക്ക് കിട്ടൂല. ഇപ്പൊ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അടുക്കളയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അടുക്കളയത്ത് മാത്രം ചെയ്യാം.
ചില ആളുകൾ അടുക്കളയത്തെ ചെയ്യും, അതിന്റെ കൂടെ പുറത്തുള്ളതും ചെയ്യും. അങ്ങനെ 2 വർക്ക് നമ്മൾ തീരാനും പോലെ നമ്മൾ സ്ട്രെസ്ഡ് ആവും. ഒന്നും നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് തീർക്കാനും പറ്റൂല. നമ്മൾ ഒരു വർക്ക് ഒരു സമയത്ത് ഒരു വർക്കാ ചെയ്യുന്ന വെച്ചെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് കൂടുതൽ സാറ്റിസ്ഫാക്ഷനോടെ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷനും ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. ഇനി അടുത്തതാണ് പ്രവൃത്തിയും ലക്ഷ്യവും. നമ്മൾ ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് നമുക്കത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യാം. ഇപ്പൊ നമുക്കറിയാം എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളല്ല നമ്മൾ ദിവസവും ചെയ്യുക. നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് എന്നിട്ട് അതിന് റിഗ്രറ്റ് ഉണ്ട്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ അതങ്ങനെ ദിവസങ്ങളിൽ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അതിനെ കുറിച്ച് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നും ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന് വെറുതെ അത് ചെയ്തു, വെറുതെ അത് സമയം കളഞ്ഞു. നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ അനലൈസ് ചെയ്യുക. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്തു, നമുക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഒരു തിരുത്തല് കൊണ്ടുവരാൻ പറ്റും. പിന്നെ 6ാമത്തെ ഒരു കാര്യമാണ് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. നമുക്ക് ആർക്കും സമയം തികയാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിട്ടാണ്. നമ്മുടെ സമയം നമ്മുടെ കയ്യിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കണം. കൂടുതൽ ആളുകളുടെയും ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഫോണായിരിക്കും, സോഷ്യൽ മീഡിയ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്യാം, നമ്മൾ എന്തുകൊണ്ട് ഇന്ന് നമ്മുടെ വർക്ക് തീർന്നില്ല. നമുക്ക് ഒരുപാട് വർക്ക് ഉണ്ട്, ആ വർക്ക് എന്തുകൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റിയില്ല എന്ന് നമ്മൾ സ്വയം ചിന്തിക്കാം. എന്നിട്ട് നമ്മളൊരു പേപ്പറിൽ എഴുതി നോക്കുക. പേപ്പറിൽ എഴുതി നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തിരുത്തലുകൾ നമുക്ക് തിരുത്താൻ പറ്റും. ഇപ്പൊ ചില ആളുകൾക്ക് ഫോണായിരിക്കും, ഫോണ് 5 മിനിറ്റിനൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ അത് 55 മിനിറ്റ് ഒക്കെ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരുപാട് വർക്ക് ഉണ്ട്, പക്ഷെ നമ്മൾ അതിന്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് റിലാക്സിന് വേണ്ടിയിട്ട് എടുത്തതാവും, പക്ഷെ അത് ഒരുപാട് സമയം ഉപയോഗിക്കും. അങ്ങനെയുള്ള ആളുകൾ അതിനെ കൺട്രോൾ ചെയ്യുക. കാരണം നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മൾ വില കൊടുത്തിട്ടില്ലെങ്കിൽ മറ്റാർക്കും അത് വില കൊടുക്കാൻ പറ്റൂല. അപ്പൊ അതിന് നമ്മൾ കുറച്ച് സാക്രിഫൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. നമ്മുടെ അങ്ങനത്തെ ശീലങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. ചില ആളുകൾക്ക് ചെറിയ കുട്ടികളായിരിക്കാം. അപ്പൊ ആ പ്രോബ്ലംസ് നമ്മൾ ആദ്യം പരിഹരിച്ചിട്ട് നമ്മൾ വർക്കിന് ഇരിക്കുക. അതിൽ ചില ആളുകൾക്ക് ഉണ്ടാവും, ചിലപ്പോൾ പുറത്തുനിന്ന് ആളുകളൊക്കെ പെട്ടെന്ന് അയൽവക്കക്കാർ വരും. ഇപ്പൊ ഞാൻ ഇപ്പൊ വിചാരിക്കണം നിന്റെ ഫാനൊക്കെ ഒന്ന് ക്ലീൻ ആയി തുടച്ച് വെക്കണം എന്ന് വിചാരിക്കണേ. അപ്പോഴാണ് പുറത്തുനിന്ന് ഒരാള് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മളെ വർക്ക് അവിടെ ഇട്ടിട്ട് അവരോട് അങ്ങനെ സംസാരിച്ചിട്ട് എന്താക്കും? അന്ന് വർക്കും ചെയ്യൂല, നമ്മളെ ടൈം കളയാം. അപ്പൊ അവരെ സ്വീകരിച്ചിരുത്തി കുറച്ച് സമയം അവരോട് സ്പെൻഡ് ചെയ്തിട്ട് അവരെ ഇരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വർക്ക് തുടരാൻ പറ്റും. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിൽ ഒരുപാട് ടൈപ്പ് ചെയ്യാനുണ്ട്, നമുക്ക് അവരെ ഇരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിസ്ട്രാക്ഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാം. പിന്നെ ചില ആളുകൾക്കുണ്ട്, രാവിലെ ഒരു ഫോണ് വന്നാൽ അത് മതിയാവും, അന്നത്തെ ദിവസം പണി തീരൂല അല്ലെ. നമ്മൾ ആ ഫോണിൽ അങ്ങനെ ഇരിക്കും. പക്ഷെ നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ആ ഫോണ് നമുക്ക് ഞങ്ങൾ പിന്നെ വിളിക്കാട്ടോ, ഞാൻ ബിസിയാന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പണി തീർത്തിട്ട് നമ്മുടെ വർക്ക് എന്ത് ജോലിയാണുള്ളത് അത് തീർത്തിട്ട് നമുക്ക് തിരിച്ചു വിളിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാലോ. പക്ഷെ നമ്മുടെ ജോലിയെ, നമ്മുടെ വർക്കിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു ഡിസ്ട്രാക്ഷനും നമ്മൾ നിന്ന് കൊടുക്കരുത്. ആ ഡിസ്ട്രാക്ഷന് അത്ര അർജന്റ് അല്ലെങ്കിൽ, അത്ര അത്യാവശ്യം അല്ലെങ്കിൽ നമ്മൾ അതിനെ മാറ്റി വെച്ചിട്ട് നമ്മുടെ വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സമയം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു കാര്യമാണ് പ്ലാൻ യുവർ ഡേ. നമ്മുടെ ഒരു ദിവസത്തെ നമ്മൾ പ്ലാൻ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ദിവസത്തെ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ആഴ്ചത്തേക്ക് വേണമെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇപ്പൊ ഒരു ഈവനിങ് റുട്ടീൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു മോർണിംഗ് റുട്ടീൻ ഉണ്ടാവുക. അതായത് നമ്മൾ ഒരു ദിവസത്തെ നമ്മൾ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാസത്തെ നമുക്ക് പ്ലാൻ ചെയ്യാം. ഈ ദിവസം നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഞാൻ എങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യണം. പിന്നെ അടുത്തതാണ് റെസ്റ്റ് ആൻഡ് ലെഷർ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും. അത് നമ്മൾ മടി പിടിക്കാൻ കാരണമാവും. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യാതെ ഇടയ്ക്കൊക്കെ നമ്മൾ ചെറിയ റെസ്റ്റ് എടുക്കുക, ഒരു സന്തോഷത്തിനൊക്കെ സമയം കണ്ടെത്തുക. ഇപ്പോ നമ്മളൊരു വർക്ക് കണ്ടിന്യൂസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു 10-15 മിനിറ്റ് ഒന്നെങ്കിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുട്ടികളോട് കളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാം. അതൊരു 10-15 മിനിറ്റിൽ കൂടാൻ പാടില്ല. കാരണം 10-15 മിനിറ്റ് കൂടുമ്പോൾ നമ്മുടെ ഫോക്കസ് നമുക്ക് നഷ്ടാവും. ആ സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അത് കൂടാൻ പാടില്ല.
പിന്നെ അടുത്തൊരു പോയിന്റ് ആണ്, എല്ലാ കാര്യങ്ങളും ഒപ്പം ചിന്തിച്ചിട്ട് നമ്മളെ തലനെ നമ്മൾ എന്താക്കുക, നമ്മളെ മൈൻഡിനെ ബ്ലോക്ക് ആക്കാതിരിക്കുക. നമ്മൾ സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു മൈൻഡ് ഉണ്ടാവുക എന്നുള്ളത് എന്താണ്, പ്രധാനമാണ്. അതിന് നമ്മൾ വെറുതെ ഒരുപാട് കാര്യങ്ങൾ ഒപ്പം ചിന്തിച്ച് നമ്മൾ എന്താക്കരുത്, നമ്മുടെ ഫോക്കസും കാര്യങ്ങളും നഷ്ടപ്പെടുത്തരുത്. പിന്നെ അടുത്തൊരു കാര്യമാണ്, 10ാമത്തെ ഒരു കാര്യമാണ്, മോട്ടിവേഷൻ തരുന്ന ആളുകളായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടാകും. നമ്മൾ എപ്പോഴും ഒരു മോട്ടിവേറ്റഡ് പേഴ്സൺ ആയിട്ട് മാറുക. നമ്മൾ അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് കാണുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. ഈ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സമയത്തെ നമ്മുടെ കയ്യിൽ ഒതുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ സമയത്തെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും 24 മണിക്കൂറാണുള്ളത്. ഈ 24 മണിക്കൂറിനെ തന്നെ നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കും. ഈ വെറുതെ ഫോണ് കളിച്ചിരിക്കുന്ന ആളുകൾക്കും എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും, പരാജയപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും കിട്ടിയിട്ടുള്ളത് എന്താണ്, ഈ 24 മണിക്കൂറാണ്. പക്ഷെ അവര് കൃത്യമായിട്ട് അതെങ്ങനെ ഉപയോഗിച്ചു. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന സമയം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്തിന്റെ ബാക്കി വരുന്ന കുറച്ച് സമയം, ഈ സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ സമയത്ത് നമ്മൾ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നോ ആ സമയമാണ് നമ്മൾ നാളത്തേക്ക് നമുക്ക് ഉപകാരമാവുന്നത്. നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന സമയത്തിലോ അല്ല നമ്മളെ ഭാവി ഇരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള ഈ സമയമാണ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നുവോ അതാണ് നമ്മളെ ഫ്യൂച്ചറിൽ നമുക്ക് ഉപകാരമായിട്ട് മാറുന്നത്. കഴിഞ്ഞു പോയ ഒരു മിനിറ്റ് പോലും നമുക്ക് തിരിച്ചു കിട്ടൂല, ഒരു സെക്കൻഡ് പോലും നമുക്ക് തിരിച്ചു കിട്ടൂല എന്നുള്ളതാണ്. ടൈം എന്ന് പറയുന്നത് ഹൈലി ഇലാസ്റ്റിക് ആണ്. ടൈമിനെ നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റൂല. സമയം എന്ന് പറയുന്നത് നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പകരം നമുക്കുള്ള സമയത്തെ ചില മുൻകരുതലുകളെ കൊണ്ട്, കൃത്യമായ മാനേജിങ് കൊണ്ട്, ഓർഗനൈസിങ് കൊണ്ട് നമ്മളെ സമയത്തെ നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റും. അപ്പൊ അത് കണ്ടില്ലേ, ഒരേ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ ചില ആളുകൾക്ക് ഫുൾ ബിസി ആയിരിക്കും, ചില ആളുകൾക്ക് അതിൽ തന്നെ ആനന്ദത്തിനും കുടുംബങ്ങളുമായിട്ട് സമയം ചെലവഴിക്കാനും ഫ്രണ്ട്സുമായിട്ട് ചെലവഴിക്കാനും അങ്ങനെ വർക്കിനും അങ്ങനെ എല്ലാ കാര്യത്തിനും ചില ആളുകൾക്ക് സമയം ഉണ്ടാവും. അതേ വർക്ക് ചെയ്യണം മറ്റൊരാൾക്ക് ചിലപ്പോൾ അതിനൊന്നും സമയം കിട്ടൂല. കാരണം എന്താ, ആ സമയത്തെ കൃത്യമായിട്ട് അവര് മാനേജ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ജനിക്കുന്ന സമയം മുതലേ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും നമ്മളെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് നേടിയെടുക്കണം. കാരണം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടിയിട്ടുള്ളത് വളരെ കുറഞ്ഞ സമയം മാത്രമാണ്. ആ സമയത്തെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക. നമുക്ക് എവിടെയെങ്കിലും പോവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ആരെങ്കിലും കാണാൻ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുക. കാരണം നമ്മുടെ ഈ സമയം എന്നുള്ളത് ഒരിക്കൽ അത് അവസാനിക്കും. അത് നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമുക്ക് എന്താണ്, നമ്മുടെ സമയം അത് തീരെ ചെയ്യും. അപ്പൊ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവുക, നമ്മുടെ സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. നമുക്ക് രാവിലെ ഒരു മോർണിംഗ് റുട്ടീൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഈവനിങ് റുട്ടീൻ ഉണ്ടാവുക. നമ്മൾ കൃത്യമായിട്ട് എന്തൊക്കെ വന്നാലും നമ്മുടെ കാര്യങ്ങൾ ഒരു ഡിസിപ്ലിനോടെ ചെയ്യുക. അതിലിപ്പോ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് വന്നാലും നമ്മൾ അതിന് കൃത്യമായിട്ട് ഉപയോഗിച്ച് സമയത്തെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടായാൽ തന്നെ ജീവിതത്തിൽ സക്സസ് ആവുന്നതാണ്. ഡിസിപ്ലിൻ അതൊരു 100% തന്നെ ഡിസിപ്ലിനോടെ തന്നെ ജീവിച്ചാല് നമുക്ക് ജീവിതം നല്ല രീതിയിൽ പിടിച്ചു കെട്ടാൻ പറ്റും. നമ്മുടെ ഒരു 100 രൂപയോ അല്ലെങ്കിൽ 200 രൂപയോ അല്ലെങ്കിൽ 2000 രൂപയോ ഒന്നും നമ്മള് വെറുതെ കളയോ? ആരെങ്കിലും വെറുതെ കളയോ? ഇല്ലല്ലേ. പകരം നമ്മൾ എന്താ ചെയ്യുക, അത് കാരണം നമുക്ക് അതിന്റെ വില അറിയാം. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് അതിലേറെ വിലയുള്ള നമ്മുടെ സമയത്ത് നമ്മൾ വെറുതെ കളയുന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമുക്ക് ഒരു വർഷം നമ്മളിപ്പോ ഇങ്ങനെ ചില കാര്യങ്ങൾ വിചാരിക്കും, ഈ വർഷം ഇപ്പൊ തുടങ്ങിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം തുടങ്ങിയിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അടുത്ത വർഷം വിചാരിക്കും, അന്ന് തുടങ്ങിയിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ തുടങ്ങിയിരുന്നെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടെങ്കിലും നമുക്ക് അതിന്റെ ഫലം കിട്ടുമായിരുന്നു അല്ലെ. നമ്മൾ അങ്ങനെ സമയത്തെ നീട്ടി വെക്കും. പിന്നെ ചില ആളുകളാണ് പ്രൊക്കാസ്റ്റ് ചെയ്യും. നമ്മുടെ ഓരോ വർക്കിനെയും നമ്മൾ നീട്ടി വെക്കും. ഇന്ന് വേണ്ട, നാളെ ചെയ്യാം, ഇന്നോ വെള്ളിയാഴ്ചയോ അല്ല തിങ്കളാഴ്ച ആവട്ടെ, അങ്ങനെ ആ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വർക്കിനെ നമ്മൾ മാറ്റി വെക്കും. ഇത് എന്താ പറയാ, നമ്മളെ ടൈമിനെ, നമ്മുടെ എല്ലാ കാര്യത്തെയും നമ്മൾ കാരണം നമുക്ക് ആ ഒരു വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കുമ്പോഴാണ് നമുക്ക് എന്തുള്ളത്,
ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുക. പക്ഷെ വർക്ക് നമ്മളിട്ട് ചെയ്യണമില്ല, ആ വർക്ക് ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം നമ്മളെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യും. അത് നമ്മുടെ മുഴുവൻ നമുക്കൊരു സന്തോഷ സമാധാനം കിട്ടാത്ത രീതിയിൽ അത് നമ്മുടെ ദിവസങ്ങൾ അങ്ങനെ തീർന്നു പോവുകയും ചെയ്യും. അപ്പൊ നമ്മള് എന്താ ഒരു സമയവും നമുക്ക് വെറുതെ കളയാനില്ല. നമ്മൾ എല്ലാ സമയത്തെയും നമുക്ക് എവിടെ ഒരു സമയം കാരണം സമയം എന്ന് പറയുന്നത് വെറും ഒരു സമയമല്ല. ആ സമയത്തിലാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ ഉള്ളത്, നമ്മുടെ സ്വപ്നങ്ങൾ ഉള്ളത്, നമ്മുടെ ആഗ്രഹങ്ങൾ ഉള്ളത് എല്ലാം നമ്മൾ ഈ സമയത്തിലാണ് അല്ലെ. നമ്മൾ ഈ സമയങ്ങൾ നമ്മൾ വേസ്റ്റ് ആക്കുമ്പോൾ നമ്മൾ ഇല്ലാതാക്കുന്നത് നമ്മുടെ ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെ തന്നെയാണ് നമ്മുടെ സമയത്തെ ഇല്ലാതാക്കുമ്പോൾ നമ്മൾ ഇല്ലാതാക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു 24 മണിക്കൂർ ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളൊരു 7 മണിക്കൂർ നമ്മൾ ഉറങ്ങാൻ ഉപയോഗിക്കും. നമുക്ക് ഏറ്റവും ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ഉറങ്ങാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 7 മണിക്കൂറാണ്. ആ 7 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള അടുത്ത 8 മണിക്കൂർ നമ്മുടെ ഹാർഡ് വർക്കിന് വേണ്ടി സമയം ചെലവഴിക്കും എന്നുള്ളതാണ്. നമ്മുടെ സക്സസിന് വേണ്ടിയിട്ട് 8 മണിക്കൂർ നമ്മൾ ഹാർഡ് വർക്കിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കും. അതിന്റെ ബാക്കി വരുന്ന 9 മണിക്കൂറിനെ ഈ 9 മണിക്കൂറിന് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ഇപ്പൊ നമുക്കറിയാം 24 മണിക്കൂറിന് 7, 8, 9 എന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാല് ആദ്യത്തെ 7 മണിക്കൂർ നമ്മൾ സുഖമായിട്ട് ഉറങ്ങി, രണ്ടാമത്തെ 8 മണിക്കൂർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ ഹാർഡ് വർക്ക് ചെയ്ത് ബാക്കി എന്നിട്ടും അവർക്ക് 9 മണിക്കൂർ ബാലൻസ്ഡ് ആണ്. ഈ 9 മണിക്കൂറിന് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് ഞാൻ ഒരു ഇതിൽ കണ്ട് ഈ 9 മണിക്കൂറിനെ നമുക്ക് വീണ്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 3 മണിക്കൂർ 3 മണിക്കൂർ 3 മണിക്കൂർ ഇങ്ങനെ 3നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്താല് ആദ്യത്തെ 3 മണിക്കൂറിനെ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, അയൽവക്കക്കാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരുണ്ടാവും, ഫാമിലി, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ ഉപ്പ അങ്ങനെയുള്ള എല്ലാ ആളുകളുമായിട്ട് നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു ഫോൺ കോൾ ചെയ്യാം, അല്ലെങ്കിൽ അവരെ സന്ദർശിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തിലെ 3 മണിക്കൂർ ഇല്ലെങ്കിലും ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ ആരുടെയെങ്കിലും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം ഒരു ദിവസം എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ 3 മണിക്കൂർ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? രണ്ടാമത്തെ 3 മണിക്കൂറിനെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കും, മൈൻഡിന്റെയും അതേപോലെ ഹെൽത്തിന്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ മൂന്നാമത്തെ 3 മണിക്കൂറിനെ അടുത്ത 3 മണിക്കൂറിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? അടുത്ത 3 മണിക്കൂറിനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടാവും അല്ലെ. നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും അവർക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യം, പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും അത് ചെയ്യുമ്പോൾ എന്തോ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. അങ്ങനത്തെ ചില കാര്യങ്ങൾ ഉണ്ടാവും. ചില ആളുകൾക്ക് കുറെ പാട്ട് കേൾക്കുന്നതാവും, ബുക്ക് വായിക്കുന്നതാവും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാവും, ചില ആൾക്ക് ഗാർഡനിങ് ചെയ്യുന്നതാവും, ചില ആൾക്ക് നടക്കുന്നതാവും. അങ്ങനെ എന്താണോ നമുക്കൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമുള്ളത് ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതില് 3 മണിക്കൂറില്ലെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും ഒരു ദിവസം നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 24 മണിക്കൂറിൽ നമുക്ക് ഒരുപാട് സമയമുണ്ട് അല്ലെ. നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. ഈ സമയങ്ങളൊക്കെ എവിടെയെന്ന് ചോദിച്ചാലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇത്ര സമയങ്ങൾ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നല്ല രീതിയിൽ ഉറങ്ങാനും, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനും, നമുക്ക് റെസ്റ്റ് ചെയ്യാനും, നമ്മൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും, നമ്മളെ ഹെൽത്ത്, മൈൻഡിന്റെ ഹെൽത്ത്, നമുക്ക് മെഡിറ്റേഷൻ, യോഗ ഇതൊക്കെ ചെയ്യാനും ഒക്കെ ഇതിനുള്ളൊരു സമയം 24 മണിക്കൂറിന് നമുക്ക് അധികമാണ്. പക്ഷെ അതിന് കൃത്യമായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ സമയമൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുകയുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നമ്മുടെ സമയം എന്ന് പറയുന്നത് വെറും ഒരു സമയമല്ല. ആ സമയത്തിലാണ് നമ്മുടെ എല്ലാം കിടക്കുന്നത്. ആ സമയത്ത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നോ അതിലാണ് നമ്മുടെ എല്ലാ ഫ്യൂച്ചറും, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം, ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. നമ്മൾ സമയത്തെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ്. അതായത് ഒന്ന് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക, രണ്ടാമത്തത് നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കുക, മൂന്നാമത്തത് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ വർക്കിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. നമുക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് ഏതാണോ, അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നമ്മളെ വർക്കിനെ നമ്മൾ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡെഡ് ലൈൻ ഉണ്ടാവുക. നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നു അതിനൊരു ഡെഡ് ലൈൻ ഉണ്ടാവുമ്പോൾ നമുക്ക് അതിനെ കാര്യക്ഷമമായിട്ട് നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും. നമുക്കൊരു ഊർജ്ജം കിട്ടും. കാരണം ഇടയിൽ ഒരു മടി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ആ മടിയിൽ നിന്ന് നമ്മൾ
കാരണം നമ്മളൊരു എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു സൈഡ് ബിസിനസ് പോലെ വെറുതെ മടി പിടിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എവിടെയും നമുക്ക് സമയം തികയൂല. പക്ഷെ നമ്മൾ നല്ല സ്മാർട്ടായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനൊരു ഡെഡ് ലൈൻ വെക്കണം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് മൾട്ടി ടാസ്കിങ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അഞ്ചാമത്തെ ഒരു കാര്യം, നമ്മൾ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എന്തൊക്കെ പ്രവൃത്തി ചെയ്തു, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും ലക്ഷ്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക എന്നുള്ളതാണ്. പിന്നെ ആറാമത്തെ ഒരു കാര്യം ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് സമയം തികയാത്തതിന് എന്തുകൊണ്ടാണ് നമ്മളെ വർക്കിൽ നമുക്ക് എന്തുകൊണ്ടാണ്, ഏത് കാര്യത്തിനാണ് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നത് എന്ന് നോക്കുക. അതിന് കുറക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഒരുപാട് പാത്രം കഴുകലാണ് നമുക്ക് എപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന വർക്ക് വെച്ചെങ്കിൽ അത് എങ്ങനെ എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് പാത്രം ഉപയോഗിക്കുന്നത് എങ്ങനെ കുറക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ തരംതിരിച്ചിട്ട് നമ്മൾ അതിനെ ആ ഡിസ്ട്രാക്ഷൻസിനെ നമ്മൾ പരിഹരിക്കുക. അത് ഏത് ഡിസ്ട്രാക്ഷൻസ് ആവട്ടെ, ഡിസ്ട്രാക്ഷൻസ് നമ്മൾ ആദ്യം പരിഹരിക്കുക. പിന്നെ ഏഴാമത്തെ ഒരു കാര്യമാണ് പ്ലാൻ യുവർ ഡേ ഓർ വീക്ക്. നമ്മുടെ ഒരാഴ്ചത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡേയോ നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ എട്ടാമത്തെ ഒരു കാര്യമാണ് റെസ്റ്റ് ആൻഡ് ലെഷർ. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാതെ നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് റെസ്റ്റിനും ലെഷറിനും വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ ഒമ്പതാമത്തത് എല്ലാ കാര്യങ്ങളും ഒരേ സമയം ചിന്തിച്ചിട്ട് നമ്മുടെ മൈൻഡിനെ ബ്ലോക്ക് ആക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ചുറ്റുപാടും തന്നെ മെസ്സായി കിടക്കാതെ, അതായത് നല്ല അടുക്കും ചിട്ടയോടെ നിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ കൃത്യമായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുള്ളതാണ്. പിന്നെ പത്താമത്തെ ഒരു കാര്യം മോട്ടിവേഷൻ ആയിട്ടുള്ള ആളുകളുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടാവുക. നമ്മൾ എപ്പോഴും ഒരു മോട്ടിവേഷൻ പേഴ്സൺ ആയിട്ട് മാറുക. നമ്മൾ എപ്പോഴും ഒരു മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുക. നമ്മൾ എപ്പോഴെങ്കിലും ഡൗൺ ആവുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും മാർഗത്തിൽ നമ്മളൊരു മോട്ടിവേഷൻ പേഴ്സൺ ആയിട്ട് തന്നെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ കഴിഞ്ഞു പോയ ഒരു മിനിറ്റ് പോലും നമുക്ക് കിട്ടൂല. അതുപോലെ തന്നെ നമുക്ക് ഒരു സമയം പോലും നമുക്കിനി വേസ്റ്റ് ആക്കാനില്ലതാണ്. നമ്മൾ ഓരോ സമയത്തെയും കൃത്യമായിട്ട് ഉപയോഗിക്കുക. നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ പറ്റട്ടെ. നമുക്ക് നേടിയെടുക്കാൻ നമ്മുടെ സമയത്ത് അതിന് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു ടൂള് സമയമാണ്. ആ ടൂളിനെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് അത്തിക്ക മാം. നമ്മുടെ ടൈം മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിച്ചു വെച്ചത്. അപ്പോൾ വിമ്പിൾ അക്കാദമിയുടെ കീഴിൽ നമ്മൾ നടത്തി വരുന്ന ട്രെയിനിങ് ഫ്രീ വർക്ക്ഷോപ്പുകളാണ്. അതിലാണ് ഇപ്പൊ നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത്. ഇവിടെ ടൈം മാനേജ്മെന്റ് തന്നെ പറഞ്ഞു, നമ്മളുടെ ഈ സമയത്തെ കൃത്യമായിട്ട് വിനിയോഗിച്ചാൽ മാത്രമേ നമ്മളുടെ പല ഗോളുകളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും നമുക്ക് ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ, അല്ലെ, ആഗ്രഹം ഒരു അല്ലെങ്കിൽ സ്വപ്നങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുന്നതിന്റെ പല കാരണങ്ങളും നമുക്ക് സമയത്തെ കൃത്യമായിട്ട് വിനിയോഗിക്കാം. അപ്പൊ ഇവിടെ ആത്തിക്ക മാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് മുതൽ ഡിസ്ട്രാക്ഷൻസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അതേപോലെ തന്നെ സാധാരണ സ്കൂളുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് പോമോഡോറോ ടെക്നിക്ക് എന്ന് പറയും. നിങ്ങൾ പലരും, ചില ആളുകൾക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഇപ്പൊ കുട്ടികൾ പഠിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് പോമോഡോറോ ടെക്നിക്ക്. അപ്പോൾ അത് പോമോഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഇവിടെ മൾട്ടി ടാസ്കിങ് എന്നതിനേക്കാൾ മോണോ ടാസ്കിങ്, അതായത് ഒരു ടാസ്കിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അപ്പോ അവിടെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ വന്നു, അപ്പൊ ഒരു കാര്യം ചെയ്യാനുണ്ട്. അപ്പൊ ചെയ്യാനുണ്ടെങ്കിൽ പൊമോഡോറോ ടെക്നിക്ക് പ്രകാരം അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 25 മിനിറ്റ് നിങ്ങൾ അത് മാത്രം ചെയ്യുക, അത് മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പൊ അതിനു മുമ്പ് ഇപ്പൊ ഞാൻ ഓഫീസിൽ വന്നിട്ട് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ അതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ വാട്സപ്പിലൊക്കെ ഉള്ള മെസ്സേജുകൾക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നു, കോളൊക്കെ വന്നത് നോക്കുന്നു, ആരെങ്കിലും തിരിച്ചു വിളിക്കാനുണ്ടെങ്കിൽ അതൊക്കെ വിളിച്ചതിന് ശേഷം മൊബൈലൊക്കെ ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം ഒരു 25 മിനിറ്റ് ഞാൻ ഇപ്പൊ എനിക്കൊരു മൊഡ്യൂൾ തയ്യാറാക്കാനുണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അർജന്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ട്. അപ്പൊ ഞാൻ കരുതാണ്, ഓക്കെ, ഞാൻ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 10:25 വരെ ഞാൻ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാണ്. 10:25 വരെ അതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യാണ്. വേറെ ഡിസ്ട്രാക്ഷൻസിലൊക്കെ ഒന്നും നമ്മൾ പോകുന്നില്ല. അപ്പോ പിക്ക് എ ടാസ്ക്, പിന്നെ അതിനുശേഷം ഒരു 25 മിനിറ്റ് നമ്മൾ അത് ചെയ്യുന്നു. പിന്നെ അതിനുശേഷമാണ് നമ്മൾ ബ്രേക്ക് എടുക്കുക.
അതായത് ഒരു 5 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കും. അപ്പൊ ആ 5 മിനിറ്റിലാണ് നമുക്ക് എന്തെങ്കിലും മെസ്സേജ് വന്നെങ്കിൽ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക. എന്തെങ്കിലും കോള് വന്നിട്ടുണ്ടെങ്കിൽ കോളിൽ നമ്മൾ തിരിച്ചു വിളിക്കുന്നതോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക ഈ ഒരു 5 മിനിറ്റിലായിരിക്കും. അതിനുശേഷം പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും 25 മിനിറ്റ് വർക്ക് ചെയ്യുന്നു. ഇതേ രൂപത്തിലാണ് നമ്മൾ ചെയ്യുക. അപ്പൊ പഠിക്കാനിരിക്കുന്ന കുട്ടികളോടൊക്കെ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക. കാരണം 25 മിനിറ്റിൽ കൂടുതലായിട്ട് ചിലപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ ചെയ്യുന്നു. അപ്പൊ ഈ രീതിയിൽ ഞാനും എൻ്റെ ലൈഫിൽ ഞാൻ ഇതേപോലെ ചെയ്യാറുണ്ട്. അപ്പൊ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഞാനൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പൊ എനിക്കൊരു കോള് വരുന്നു, അതല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുന്നു. അപ്പൊ ഇതിങ്ങനെ നമ്മൾ അതിലേക്ക് പോകും തോറും നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ മാം ഇവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കൊരു ഒരു ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാവണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളെ മൈൻഡിനെ വിശ്വസിക്കരുത്. അതായത് നമുക്ക് നാളെ ഇന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും ചെയ്യാനുണ്ട് എന്ന് ഇന്ന് തീരുമാനിച്ച് ഓക്കെ അങ്ങനെ ചെയ്യാമെന്നൊക്കെ. പക്ഷെ നാളെ രാവിലെ വരുമ്പോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ഏതാണ് ആദ്യം ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ എനിക്ക് നാളെ രാവിലെ ഒരാളെ പ്രധാനമായിട്ടും വിളിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവായിരിക്കും ഒരു കൃത്യസമയത്ത്. അപ്പോ നമ്മളത് മറന്നുപോയിട്ടുണ്ടാവും. അപ്പോ ഇത് കൃത്യമായിട്ട് നമ്മൾ എഴുതി വെക്കുക. അപ്പൊ ഇന്ന് രാത്രി ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ നാളെ രാവിലെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നത് എൻ്റെ ഒരു ടു ഡു ലിസ്റ്റിൽ എഴുതി വെക്കുകയാണ്. അല്ലെ നമ്മള് പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. കാരണം മറവി എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. മനുഷ്യന് ദൈവം സമ്മാനിച്ചിട്ടുള്ള ഒരു അനുഗ്രഹമാണ് മറവി എന്ന് പറയുന്നത്. അപ്പൊ മറക്കുക എന്നുള്ളത് നമ്മൾ പല കാര്യങ്ങളും മറന്നു പോയിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ മറക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്രെയിനിനെ വിശ്വസിച്ചുകൊണ്ട് അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ എഴുതി വെക്കുക. ജസ്റ്റ് നാളെ ഇന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ ഉണ്ടാവും. നാളെ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളത്. അപ്പൊ അതൊരു പോമോഡോറോ ടെക്നിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ സാധാരണ ടൈം മാനേജ്മെന്റിന്റെ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന പിന്നെ ഒരു കാര്യമാണ്. അതായത് ടൈമിന് നമുക്ക് എന്താണ് 4 പാർട്ടായിട്ട് നമ്മൾ സാധാരണ നമ്മളുടെ പ്രവർത്തനങ്ങളെ നമ്മൾ 4ആയിട്ട് നമ്മൾ തിരിക്കാറുണ്ട്. അർജന്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടന്റ്, നോട്ട് ഇമ്പോർട്ടന്റ്, നോട്ട് അർജന്റ്, അതേപോലെ തന്നെ അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ്, നോട്ട് അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ്. ഇങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളിവിടെ ഇതിൽ കാണുന്നുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ നോട്ട് അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ഈ ഭാഗം മാത്രം ഞാനൊന്ന് പറയാൻ ശ്രദ്ധിക്കുകയാണ്. അതായത് നോട്ട് അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റിൽ വരുന്ന ഒരു കാര്യമാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിൽഡിങ്. ഇതൊക്കെ വരുന്നത് അല്ലെങ്കിൽ സെൽഫ് ലേണിംഗ് ഇതൊക്കെ വരുന്നത് പ്രധാനമായിട്ടും നോട്ട് അർജന്റ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് എന്നുള്ളത് ഒരിക്കലും എന്തല്ല ഒരു അർജന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, എന്നാൽ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സെൽഫ് ഡെവലപ്മെന്റ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മളെപ്പോഴും പൊതുവേ നമ്മൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ, അത് അർജന്റ് ഉള്ള ഒരു കാര്യമല്ല എന്നതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ സാധാരണ പറയും നമുക്ക് വേണ്ടി നമ്മളൊരു സമയം മാറ്റി വെക്കണം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. പക്ഷെ നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്താറില്ല. ബാക്കി എല്ലാത്തിനും വേണ്ടി നമ്മൾ സമയം കണ്ടെത്തും. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് സെൽഫ് ഡെവലപ്മെന്റിന് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ സമയം മാറ്റിവെക്കൽ കുറവാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നോട്ട് അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റിൽ പെടുന്ന ഒരു കാര്യമാണ് ഈ പേഴ്സണൽ ഡെവലപ്മെന്റ്. റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാകാം, നമ്മുടെ കുടുംബക്കാരാകാം, ഇവരൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നതോ വിളിക്കുന്നതോ ഒക്കെ നമ്മൾ ലാഗ് ചെയ്ത് കൊണ്ടുപോകും. പക്ഷെ അവസാനം അതൊരു പ്രയാസത്തിലേക്കോ പ്രശ്നത്തിലേക്കോ ഒക്കെ പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ നോട്ട് അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റിൽ അവിടെ നമ്മൾ പറയുന്നത് ലേൺ ടു ഫോക്കസ് എന്നുള്ളതാണ്. അതിന് നമ്മൾ കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. കാരണം നമ്മുടെ ഡെവലപ്മെന്റ് എന്നുള്ളത് അതൊരിക്കലും ഒരു സ്വാർത്ഥതയല്ല കേട്ടോ, ഒരു സ്വാർത്ഥതയല്ല അത്. നമ്മൾ വിചാരിക്കും നമുക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കുക, നമ്മൾ പഠിക്കുക, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, അതൊന്നും ഒരിക്കലും ഒരു സ്വാർത്ഥതയല്ല. മറിച്ച് എന്താണ്, നമ്മൾ ഡെവലപ്പ് ആകുമ്പോഴാണ് നമ്മുടെ കുടുംബം ഡെവലപ്പ് ആവുക. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ എന്നൊക്കെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ അതിൽ നിങ്ങളുടെ കുടുംബം അഭിമാനിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിനുണ്ടായിട്ടുള്ള ഒരു പ്രത്യേകത, ഒരു അംഗീകാരം അവിടെ കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾ ഡെവലപ്പ് ആകുമ്പോഴാണ് നിങ്ങളുടെ ചുറ്റുപാട് ഡെവലപ്പ് ആവുക.
നിങ്ങളെ കണ്ടു വളരുന്ന നിങ്ങളുടെ മക്കളാവട്ടെ, അതേപോലെ തന്നെ നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് ആവട്ടെ, അങ്ങനെ തുടങ്ങി ആരും ആകട്ടെ, നിങ്ങൾ വളരുമ്പോഴാണ് നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ചുറ്റുപാടുകളും വളരുക. അപ്പൊ ആയതുകൊണ്ട് നമ്മളെ ടൈം മാനേജ്മെന്റിലെ ആ ഒരു പാർട്ട് മാത്രം എടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ, അല്ലെ, നമ്മൾ സാധാരണ നമ്മൾ പലപ്പോഴും പഴയ കൂട്ടുകാരൊക്കെ കാണുന്ന സമയത്ത് പറയും, എന്താണ് പറയാ, നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറയും. അപ്പോ നമ്മൾ സന്തോഷിക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ അന്നും ഇന്നും എന്താണ് പഴയ ചെറുപ്പം തന്നെയാണ്. അല്ല, നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലെ അങ്ങനെ പറയുമ്പോൾ. അത് അന്നും ഇന്നും ഒരേപോലെ തന്നെ ഉണ്ടല്ലോ, അതേ ലുക്ക് തന്നെ, ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ പറയും. അപ്പൊ അത് സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ സംസാരത്തിലും എന്നാൽ ചില വ്യത്യസ്തമായിട്ടുള്ള ചിലത് പറയാറുണ്ട്. എന്താണ്, അവൻ ആകെ മാറിപ്പോയി, അല്ലെങ്കിൽ അവൾ ആകെ മാറി, അവളിപ്പോ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്നുണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെയാ എഴുതുന്നത് നമുക്ക് തന്നെ ഒന്നും മനസ്സിലാവണില്ല, എന്നൊക്കെ പറയും ചില. അതെന്താണ്, അതൊരു മാറ്റാണ്, അല്ലെ? അപ്പോ ഇങ്ങനെ ചില മാറ്റങ്ങൾ നമ്മളിൽ സംഭവിക്കണം. കഴിഞ്ഞ ഒരു 5 കൊല്ലം ഉള്ള മുമ്പുള്ള നമ്മളും 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള നമ്മളും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എന്തൊക്കെ അച്ചീവ്മെന്റുകളാണ് നമുക്ക് ഉണ്ടായത് എന്നതൊരു ചിന്തയാണ്. അപ്പൊ അവിടെ നമ്മൾ സെൽഫ് കമ്പാരിസൺ, നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുമായിട്ടാണ് കമ്പാരിസൺ നടത്തുന്നത്, അല്ലെ? നമ്മളും നമ്മുടെ കൂടെ പഠിച്ചവളും, അവൾ അവിടെ എത്തി, ഞാൻ അവിടെ എത്തിയില്ല. അതിനേക്കാൾ അപ്പുറത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങൾ ഉണ്ടാകുന്ന എവിടെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ നമ്മള് തീരെ പരിഗണിക്കാത്ത നോട്ട് അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റിൽ കിടക്കുന്ന പേഴ്സണൽ ഗ്രോത്തിലാണ്. അവിടെയാണ് നമ്മുടെ സെൽഫ് ലേണിങ്ങും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും സെൽഫ് ഡെവലപ്മെന്റും റിലേഷൻഷിപ്പ് ബിൽഡിങ്ങും നെറ്റ്വർക്കിങ്ങും ഒക്കെ വരുന്നത് അവിടെയാണ്. അതിന് നമ്മൾ യാതൊരു പരിഗണനയും കൊടുക്കാറില്ല. നമ്മളെ ജീവിതത്തിൽ അതൊരു അർജന്റ് അല്ലാത്തത് കൊണ്ട്, അല്ലെ? കറണ്ട് ബില്ല് നമ്മൾ അടുത്ത പിന്നെ 27th നാളെ പിന്നെ അടച്ചില്ലെങ്കിൽ എന്താവും, കട്ടായി പോകും. അപ്പൊ അതുകൊണ്ട് വേഗം പോയി അടയ്ക്കും. പക്ഷെ നമ്മളൊരു പിന്നെ പുതിയൊരു പിന്നെ യുജിക്കോ പി ജിക്കോ ഒക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താണ്, അത് പെട്ടെന്ന് കട്ടാവുന്ന ഒരു സംഭവമല്ല, അത് അർജന്റ് ഉള്ള ഒരു സംഭവം ഒന്നല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പല കോഴ്സുകളും നമ്മൾ എന്ത് ചെയ്യും, എൻറോൾ ചെയ്യും, പൈസ ഒക്കെ അടക്കും, പക്ഷെ പഠിക്കാറുമില്ല, പരീക്ഷ എഴുതാറുമില്ല, നമ്മൾ പാസ്സാവാറുമില്ല. അതങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ശൈലിയാണ്. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കുട്ടികൾ കണ്ടു വളരുന്നത് ആരെയാണ്? നമ്മളെയാണ്. നമ്മുടെ കുട്ടികൾ കണ്ടു വളരുന്ന ആരെയാണ്? നമ്മളെയാണ്. അവര് ആദ്യ റോൾ മോഡൽ ആക്കുന്നത് ആരാണ്? നമ്മൾ എങ്ങനെ നടക്കുന്നു. അപ്പൊ എന്റെ മോൻ പറയാറുണ്ട്, എന്റെ ചെരുപ്പ് എന്റെ പോലത്തെ ഒരു ചെരുപ്പ് ഉണ്ട് അവന്. അപ്പൊ അതേ അവൻ ഇട്ടു പോവുള്ളൂ സ്കൂളിൽ. അപ്പൊ പറയും, വാപ്പച്ചി അതേ ചെരുപ്പാണ് ഇടുന്നതെന്നാ പറയാ. അപ്പൊ അവന് പിന്നെ ചോദിക്കുന്നത്, അതേ കളർ കിട്ടുമോ? അവന് വേറൊരു കളറാണ്. അപ്പൊ അവൻ ചോദിക്കുന്നത്, അതേ കളർ കിട്ടുമോ ഉമ്മച്ചി എന്നാ ചോദിക്കുന്നത്. അപ്പോ അവര് അനുകരിക്കുകയാണ് നമ്മളെ. നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, എന്ത് സംസാരിക്കുന്നു, അല്ലെ, എന്ത് പറയുന്നു, നമ്മൾ എന്ത് പിന്നെ മറ്റുള്ളവരോട് പെരുമാറുന്നത് എങ്ങനെയാണ്, അല്ലെ, വളരെ സന്തോഷത്തോടെയാണോ പെരുമാറുന്നത്, അതിൽ ദേഷ്യപ്പെട്ടാണോ പെരുമാറുന്നത്, ഇതൊക്കെയാണ് ആര് പഠിക്കുന്നത്? നമ്മുടെ കുട്ടികൾ വരുന്നത്. അപ്പോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം മാറ്റിവെക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തയ്യാറാവുക. അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു മാറ്റം നിങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നേരത്തെ ആതിക്ക മാം പറഞ്ഞ എല്ലാ വിഷയത്തിനോടും ചേർത്തിക്കൊണ്ട് ഈ ഒരു 2 കാര്യം കൂടി ഞാനിവിടെ പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ പകർത്തുക, ലൈഫിൽ നിങ്ങൾ പിന്നെ അത് പ്രാവർത്തികമാക്കുക, അതേപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇവിടെ ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ട്രെയിനേഴ്സ് ഒക്കെ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതിനുള്ള അവസരമാണ്. അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഫീഡ്ബാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഇൻ ബിറ്റ്വീൻ നമ്മുടെ വിംബിൾ അക്കാദമിയുടെ കീഴിൽ നമ്മൾ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഉണ്ട്. അതിന്റെ പിന്നെ അതിൽ പങ്കെടുക്കുന്ന പിന്നെ ട്രെയിനേഴ്സ് ഒക്കെ ഇവിടെ ഓൾറെഡി കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 15 ബാച്ചുകൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി റൺ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ട്രെയിനേഴ്സ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എനിക്കൊരു ട്രെയിനർ ആകണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കും പലരും ചിന്തിക്കുന്നത്. ഇതൊരു ട്രെയിനിങ് എന്നതിനേക്കാൾ നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല്, ഇതൊക്കെയെല്ലാം ട്രെയിനിങ് സ്കില്ലെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. 2 മാസത്തെ പ്രോഗ്രാമാണ്. 45 to 60 ഡേയ്സ് വരുന്ന വ്യത്യസ്തമായിട്ടുള്ള കോണ്ടന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്.
അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റിയും കമ്മ്യൂണിക്കേഷനും ട്രെയിനിങ്ങും പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലൊക്കെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. വീക്കിലി 3 സെഷൻസ് ഉൾപ്പെടുന്ന 45 to 60 ഡേയ്സ് വരുന്ന ഒരു പ്രോഗ്രാമാണ്. അതേപോലെ തന്നെ നമ്മുടെ വിംബിൾ അക്കാദമിയുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യപ്പെടും. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ബന്ധപ്പെടുക. നമ്മൾ ഉച്ചക്ക് ഒരു ബാച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിലവിൽ നമ്മൾ രാത്രിയാണ് ബാച്ചുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉച്ചക്ക് നമുക്കൊരു ബാച്ച് തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യപ്പെടുന്നവരൊക്കെ ബന്ധപ്പെടുക. ഇൻ ബിറ്റ്വീൻ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് ഇൻഫോം ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ ആതിക്ക മാം ഉണ്ട്, അതേപോലെ തന്നെ മറ്റു ട്രെയിനേഴ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഓവർ ടു ദ ഓഡിയൻസ്. ശ്രീജ മാം ഉണ്ട്. ശ്രീജ മാം ഒക്കെ അംഗനവാടിയിൽ നിന്ന് ലൈവായിട്ട് കയറിയിരിക്കുകയാണ്. ഹായ് ഹായ് ആതിക മാം. ഹായ് സർ. ഞാന് ഇപ്പോ സത്യമായിട്ടും പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇത് നേരത്തെ കണ്ടു. പറ്റുമെങ്കിൽ 2 മണിക്ക് കൃത്യം തന്നെ 2 മണിക്കല്ല നമ്മുടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പ്രോഗ്രാം. അതെ അതെ. 2 മണിക്ക് തന്നെ കയറണം എന്നൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു. ഇതിനിടക്ക് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരു കോള് വന്ന് സംസാരിച്ച് ഞാനതങ്ങ് മറന്നു. അപ്പൊ ചുമ്മാ ഞാനിത് നോക്കിയപ്പോഴാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നതായിട്ടാണ് പെട്ടെന്ന് കയറിയേക്കാണ്. എന്തായാലും ആദ്യം മുതലൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യമായ വലിയൊരു ഘടകമാണ്. തീർച്ചയായിട്ടും ഈ ഒരു ടൈം മാനേജ്മെന്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസം മാത്രമല്ല നമ്മുടെ ജീവിതാവസാനം വരെ ശരിക്കും ഒരു എന്താ പറയാ അതിനൊരു നിയന്ത്രണമില്ലാതെ അല്ലെങ്കിൽ അതിനൊരു അച്ചടക്കമില്ലാത്ത രീതിയിൽ പോകുമെന്ന് വിശ്വസിക്കുകയാണ്. കാരണം ഇപ്പോഴത് മനസ്സിലായി. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് 1.5 മണിക്കൂറായിരുന്നു സെക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ നമ്മുടെ ട്രെയിനിങ് നടക്കുമ്പോഴൊക്കെ സാറ് പറയാറുണ്ടല്ലോ, നിങ്ങളുടെ ടൈമിങ്, നിങ്ങൾ ആ ചെയ്യുന്ന സമയം അവർക്ക് അഭിപ്രായം പറയാനുള്ള സമയം ഒഴിച്ചിട്ട് വേണം നിങ്ങളുടെ ആ കാര്യങ്ങൾ നിങ്ങൾ തീർക്കേണ്ടത്. അത് നിങ്ങൾ ഷെഡ്യൂൾഡ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാനത് കൃത്യമായി കൊണ്ടുപോയത് കൊണ്ട് തന്നെ ആ ഒരു സമയം കൃത്യസമയത്ത് എനിക്കത് വൈൻഡപ്പ് ചെയ്യാൻ പറ്റി. പക്ഷെ ഞാൻ വൈൻഡപ്പ് ചെയ്തത് പിന്നെ എനിക്ക് സംശയമായിരുന്നു. പിന്നീട് അവരുടെ നമുക്കുള്ള പിന്നെ റിപ്പോർട്ട് വന്നപ്പോ നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം വന്നപ്പോഴാണ് അവര് പറഞ്ഞത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യസമയത്തിനുള്ളിൽ എല്ലാം ഞങ്ങൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും അതിനകത്ത് വന്നു. കൃത്യസമയത്തിനകത്ത് വൈൻഡപ്പ് ചെയ്തു. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ആദ്യം തന്നെ ഞങ്ങൾ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു. അപ്പോ ശരിക്കും നമ്മൾ ഈ ടൈം മാനേജ്മെന്റ് നല്ല രീതിയിൽ ഈ പറഞ്ഞ പ്രകാരം നമ്മൾ ഓരോ ദിവസം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നല്ല രീതിയിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ഓരോ കാര്യങ്ങളും പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം എനിക്ക് തോന്നാറുണ്ട്, മറന്നുപോയോ, ഇനി എന്തേലും മറന്നുപോയോ. ശരിക്കും നമ്മൾ എല്ലാ കാര്യവും നിർവഹിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ വരുമ്പോ നമുക്ക് ടൈം കുറഞ്ഞു പോയതുപോലെ എന്ന് തോന്നും. മറ്റു സമയത്ത് ഒന്നും ഇല്ലാതാകുമ്പോ നമുക്ക് ഒന്നും കിട്ടാത്ത പോലെ, സമയം ഇല്ലാത്തത് പോലെ തോന്നുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെക്കോർഡ് കേൾക്കാം. റെക്കോർഡ് എന്തായാലും സാറില്ലല്ലോ. എന്തായാലും താങ്ക് യു. എനിക്ക് ഞാനിപ്പോ അംഗൻവാടിയിലാണ് ഉള്ളത്. മക്കൾക്ക് ഭക്ഷണത്തിന്റെ സമയമാണ്. ഞങ്ങൾ പറഞ്ഞ പോലെ കൃത്യസമയം 3 മണിക്കുള്ളിൽ ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ കയറാൻ പറ്റിയതിലും പങ്കെടുക്കാൻ പറ്റിയതിലും കേട്ടതിലൊക്കെ സന്തോഷിക്കുകയാണ്. താങ്ക് യു ആതിക്ക മാം. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ശ്രീജ മാം നമ്മുടെ ട്രെയിനേഴ്സ് ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോ അത്യാവശ്യം ട്രെയിനിങ്ങുകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അക്കാദമികളിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലുള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ശ്രീജ. വേറെ ആരാണ് സംസാരിക്കുന്നത്? സമീർ സർ. സാറേ, വളരെയധികം നല്ല സെഷൻ ആയിരുന്നു. ഞാൻ സൈറ്റിലായിരുന്നു, എന്നാലും ആ കൃത്യസമയത്ത് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റി. പിന്നെ സന്തോഷം. അപ്പൊ ഇതില് സാർ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞൊരു വിഷയത്തില് പ്രൊമോഡോറോ ടെക്നിക് എന്ന് പറഞ്ഞില്ലേ, അതിലെ 5th സ്റ്റെപ്പ് എവറി 4 പ്രൊമോഡോറോസ് എന്ന് പറഞ്ഞാല് എവറി 25 മിനിറ്റ്സ്. അപ്പൊ മീൻ ചെയ്യുന്ന 1 അവറിന് ശേഷം 15 മിനിറ്റ്സ് ബ്രേക്ക്. എങ്ങനെയാണ്? അല്ല, 25 മിനിറ്റിന് ശേഷം
5 5 മിനിറ്റ് അങ്ങനെ മിനിറ്റ് അതൊക്കെ പക്ഷെ എവരി 4 പ്രൊമോട്ടോറോസ് എന്ന് പറഞ്ഞാൽ 1 പ്രൊമോട്ടോറോസ് എന്ന് പറഞ്ഞാല് 25 മിനിറ്റ്സ് ആണോ മീൻ ചെയ്യണത്? അതാണ് ഡൗട്ട്. അതായത് 4 പോമോഡോറോസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പോമോഡോറോ കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ 25ഉം പിന്നെ 5ഉം ആണ് വരുന്നത്. അപ്പൊ അരമണിക്കൂർ വന്നല്ലോ. ഓക്കെ. അപ്പൊ അരമണിക്കൂറുള്ള ഒരു 4 എണ്ണം വരുമ്പോൾ അപ്പൊ 2 മണിക്കൂർ വരുമ്പോൾ കുറച്ചുകൂടി ലോങ് ബ്രേക്ക് എടുക്കാനാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ 2 മണിക്കൂർ എങ്ങനെ ഈ 5 മിനിറ്റ് ഇടവിട്ട് അതോ 25 മിനിറ്റ് 5 മിനിറ്റ് അങ്ങനെ 2 മണിക്കൂർ ആകുമ്പോൾ 4 അതെ 25 അതിന്റെ 5 15 മിനിറ്റ് ഒരു കുറച്ച് റെസ്റ്റ് എടുക്കാൻ അല്ലേ? അങ്ങനെ 25 5 പിന്നെ വീണ്ടും 25 5 അങ്ങനെ 4 ടൈംസ് പോയി കഴിഞ്ഞാൽ 2 മണിക്കൂറാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഒരു 15 to 30 മിനിറ്റ്, അതൊരു അര മണിക്കൂറൊക്കെ നമ്മൾ എന്ത് ചെയ്യാ, ബ്രേക്ക് എടുക്കുക. ഒരു 2 മണിക്കൂർ എത്തി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ബ്രേക്ക് എടുക്കുക. ഒന്ന് കറങ്ങി തിരിച്ചൊക്കെ ഒന്ന് വരാം, ഒരു പിന്നെ ചായയൊക്കെ കുടിക്കുക, സംസാരിക്കുക, എന്നിട്ട് വീണ്ടും വരാം. ദെൻ സ്റ്റാർട്ട് അഗെയിൻ. റിമൈൻഡ് ചെയ്യാൻ ഒരാൾ വേണ്ട, അല്ലെങ്കിൽ 5 മിനിറ്റ് വർക്കും 25 മിനിറ്റ് ബ്രേക്കും ആണ് ഉണ്ടാവില്ല. ഓക്കെ. താങ്ക് യു സമീർ സാർ. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? നമ്മുടെ അക്കാദമിയുടെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഞാനിവിടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജോയിൻ അല്ലാത്തവരെല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാം. ഇപ്പൊ നാളെ നമുക്ക് രാത്രി 7 മണിക്ക്, ഇന്ന് ശരിക്ക് പിന്നെ ലഹരി വിരുദ്ധ ദിനമാണല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ട്രെയിനിങ് ബാച്ചിലുള്ള നമ്മുടെ എക്സൈസർ ഓഫീസർ ആയിട്ടുള്ള സുമേഷ് സാർ നയിക്കുന്ന നാളെ ഒരു ലഹരി വിരുദ്ധ ഒരു പ്രോഗ്രാം നാളെ നടക്കുന്നുണ്ട്. അപ്പോൾ നാളെ അതുമായി ബന്ധപ്പെട്ട രാത്രി 7 മണിക്ക് നമ്മുടെ പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ അക്കാദമിയുടെ കീഴിൽ നടക്കാറുണ്ട്. അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ചാറ്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ പിന്നെ വേറെ ആർക്കാണ് സംസാരിക്കാനുള്ളത്? വേറെ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹലോ അധിക മാം. ഹലോ. നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഒരു ഓൺ ദ വേ ആണ്. അത് കാരണം സാർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടും ആരും റിപ്പീറ്റ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ വണ്ടി സൈഡാക്കിയതാ. നല്ല ക്ലാസ് ആയിരുന്നു. കംപ്ലീറ്റ് കേൾക്കാൻ പറ്റിയില്ല. മാമിന്റെ ആദ്യത്തെ പോർഷൻ കേൾക്കാൻ പറ്റിയില്ല. ഞാൻ ഒരു മരണ വീട്ടിൽ പോയിട്ട് വരണ വഴിയാ. അപ്പൊ നല്ല എനിക്ക് സാർ റെക്കോർഡ് സാർ, അപ്പൊ ഞാൻ ബാക്കി കേട്ടോളാം. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അത്യാവശ്യമായിട്ട് വേണ്ട ക്ലാസ്സാണ്. ടൈം മാനേജ്മെന്റ് ഒട്ടും ശരിക്കും കൃത്യമായിട്ട് പാലിക്കാത്തൊരു വ്യക്തിയെ. എനിക്ക് എപ്പോഴും സാറിന് അറിയായിരിക്കും, സാറ് ഞാൻ എപ്പോഴും ഒരു പരാതി പറയുന്ന കാര്യം, എനിക്ക് സമയം തികഞ്ഞില്ല, എനിക്ക് സമയം കിട്ടിയില്ല എന്ന് എപ്പോഴും പരാതി പറയാറുണ്ട്. അപ്പൊ ശരിക്കും എനിക്ക് അത്യാവശ്യപ്പെട്ട ഒരു ക്ലാസ് തന്നെയായിരുന്നു. എനിക്കത് ഫുള്ള് കംപ്ലീറ്റ് കേൾക്കാൻ പറ്റിയില്ല. നല്ല ക്ലാസ്. ലാലി എന്നും എന്റെ ക്ലാസ് കംപ്ലീറ്റ് കേൾക്കൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ ഏറ്റവും അത്യാവശ്യപ്പെട്ട ക്ലാസ്. കാരണം പറഞ്ഞ എനിക്ക് 100 വേറെ കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ക്ലാസ് ആണ് ടൈം മാനേജ്മെന്റിന്റെ ക്ലാസ്. ഓക്കെ ഗ്രേറ്റ്. ആത്തിക്ക മാം ഒരു കാര്യം ചെയ്യും, ഈ ടൈം കൃത്യമായിട്ട് ചെയ്യാത്ത ആളുകളെ വെച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് പിന്നെ അതില് എന്ത് ചെയ്യാം, ചോദിക്കാം രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റു, അതേപോലെ തന്നെ പിന്നെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു, അല്ലെ? ഞാന് 2 ദിവസം മുമ്പ് ലാലിനെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് ഇതുവരെ എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല. അല്ല, എനിക്ക് മരണം ഉണ്ടായിരുന്നു വീണു, അതുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ മരണം എന്താ നടക്കുന്ന കാര്യ? അല്ല, ആ ജില്ല മൊത്തം ലാലിയുടെ തലയിലാണ്. അതാണുള്ള പ്രശ്നം. സമയമില്ലാത്ത ഞാൻ കാര്യം പറഞ്ഞതാ. വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് പറയാൻ പോയത്. ഓക്കെ എന്തായാലും സന്തോഷം ലാലി. പിന്നെ ലാലി വണ്ടി സൈഡാക്കിയിട്ടിരിക്കുകയാണ്. ലാലിക്ക് അതെ. അപ്പൊ എന്തായാലും സന്തോഷം, ലാലി വന്നതിലും പ്രതികരിച്ചതിലൊക്കെ സന്തോഷം അറിയിക്കുകയാണ്. പിന്നെ
ഓക്കെ, നമുക്ക് പതുക്കെ വൈൻഡപ്പിലേക്ക് പോയാലോ? വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ അല്ലെ? അപ്പോ നമ്മള് പിന്നെ ഈ ഒരു 2 മണിക്ക് നമ്മൾ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ ഇതേപോലെയുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാകും, 2 മണിക്കും ഉണ്ടാകും, അതേപോലെ തന്നെ രാത്രിയും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇനിയും പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുക, അറിവുകൾ നേടുക, അറിവുകൾ ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ കിട്ടുന്ന അറിവുകളൊക്കെ എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, സെൽഫ് എംപവർ ആവുക, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക, മറ്റുള്ളവർക്ക് നന്മകൾ സമ്മാനിക്കുക. അങ്ങനെ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്ത അതിക്ക മാമിനെ പ്രത്യേകം സന്തോഷം അറിയിക്കുന്നു. അതേപോലെ തന്നെ പങ്കെടുത്ത റെസ്പോണ്ട് ചെയ്ത എല്ലാവർക്കും, പിന്നെ ശ്രീജ മാം, അതേപോലെ തന്നെ ലാലി മാം, സമീർ സാറ്, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ അനിൽ സാറൊക്കെ സ്ഥിരം അവിടെ പങ്കെടുക്കുന്ന ആളുകളാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും ഞാൻ സന്തോഷങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ. ബൈ. താങ്ക് യു. Thank you, Fasil sir. താങ്ക് യു. താങ്ക് യു. Thank you all, sir.